രാത്രി ഫുള്ള് വെയിറ്റ് ചെയ്തിട്ട് അവസാനം അവൾ വരാത്തോണ്ട് അവന് നല്ല വിഷമത്തി ഇവനോട് ഇപ്പോഴും ദേഷ്യമാണെന്നറിഞ്ഞ് അവൻ വീണ്ടും ഹോസ്റ്റലിലേക്ക് പോകും. അതിനുശേഷം അടുത്ത ദിവസം സ്കൂളിൽ നിന്നാണ് സെൻജിങ്ങിന് ഫോൺ കോൾ വരും അവൻ വയ്യാതിരിക്കുവന്ന്. അങ്ങനെ അതുകൊണ്ട് ഇവൾ നേരെ അവനെ കാണാൻ വേണ്ടി ചെല്ലുമ്പം അവിടുത്തെ ക്ലിനിക്കിലെ നഴ്സും മരുന്ന് കൊടുത്തിട്ടൊന്നും പനി മാറുന്നില്ലെന്ന് പറഞ്ഞ് പുറത്ത് ആശുപത്രി ചെന്ന് ഗ്ലൂക്കോസ് ഏറ്റാൻ പറയും. അതുകൊണ്ട് തന്നെ അവള് അവനെ വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് പുറത്ത് ആശുപത്രി വെച്ച് ഇവള് ക്യൂ നിൽക്കുമ്പം ഫ്രണ്ട് ഒരാളാണ് പടം നടുക്കാൻ കയറി നിൽക്കും. അങ്ങനെ ഇത് കണ്ട് അവളും വന്ന് ലൈനിൽ നിൽക്കാൻ പറയുമ്പം അയാൾ തർക്കിക്കാൻ വരുന്നുണ്ട്. പെട്ടെന്ന് ലീവ് ഫ്രണ്ടിൽ ചെന്ന് അവൾക്ക് പ്രൊട്ടക്ഷൻ നിൽക്കും. അതുകൊണ്ട് ബാക്കിയുള്ളവരൊക്കെ അയാൾ ചെന്ന് ലൈനിൽ നിൽക്കാൻ വേണ്ടി പറയുമ്പം ഇവളാണ് ഇവന്റെ പനിയൊക്കെ ഇപ്പൊ കുറഞ്ഞോന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും അങ്ങനൊന്നുമില്ല അവൻ വല്ലതും ചെയ്യുന്നു പേടിച്ചിട്ട് അവൻ നിന്നെന്ന് പറഞ്ഞ് അവൻ വീണ്ടും അവിടെ ചെന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോകും. അങ്ങനെ അതിനുശേഷം അവള് കമ്പനി ഫോം വിളിച്ചിട്ട് അവളുടെ അനിയന് പനി ആയതുകൊണ്ട് കമ്പനി വരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് അവൾ ലീവ് എടുക്കും. അതിനുശേഷം ഇവൾ ഇവന്റെ അടുത്തേക്ക് വന്നിട്ട് ഇവെല്ലാം കഴിച്ചോന്ന് ചോദിക്കുമ്പോൾ അവന് വിശപ്പൊന്നുമില്ലെന്ന് പറയും. പക്ഷെ ഇത് കേട്ട് അവള് എങ്കിൽ പിന്നെ കഴിക്കാൻ വാങ്ങിച്ചില്ലെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകും. എന്നിട്ട് അവന് പോക്കറ്റ് തപ്പി നോക്കുമ്പോൾ അവൾ ഫോണാണ് ഇവന്റെ ഡ്രസ്സിനകത്ത് വെച്ചിട്ട് പോയി കാണും. അതുകൊണ്ട് അവന് സന്തോഷത്തി അപ്പത്തന്നെ ഇവൾക്ക് മെസ്സേജ് അയച്ച് സോറി പറയും. അങ്ങനെ ഇത് കണ്ട് അവളും ചിരിച്ചിട്ട് അതൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞ് അവന് റിപ്ലൈ ഇട്ടിട്ട് കഴിക്കാൻ വേണ്ടി ഫുഡായിട്ട് ചെല്ലും. അപ്പോഴാണ് അവനും കുറച്ച് കുറ്റബോധത്തോടെ ഇനിയിപ്പോ ഇവനോട് ദേഷ്യമൊന്നും ഇല്ലെന്ന് ചോദിക്കുമ്പോൾ അവളും ദേഷ്യം ഉണ്ടെങ്കിൽ ആരെങ്കിലൊക്കെ ഇവനെ റിപ്ലൈ തരുമെന്ന് ചോദിക്കും. അതുകൊണ്ട് തന്നെ അവന് സന്തോഷത്തി ഇവൾ വാങ്ങിച്ചോണ്ടെന്ന ഫുഡൊക്കെ അപ്പത്തന്നെ എടുത്ത് കഴിക്കും. അങ്ങനെ അതിനുശേഷം അവൻ തിരിച്ച് ഹോസ്റ്റലിലേക്ക് ചെന്നിട്ട് ഇവൾ വാങ്ങിച്ചു തന്ന ഷൂ അവൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് ചെല്ലും. അങ്ങനെ ആ സമയത്താണ് ഇവനെ റാഗിങ് ചെയ്യുന്ന അവന്മാരും ഇവൻ ഇങ്ങനെ ഷൂ ആയിട്ട് പോകുന്ന കാണുന്നത്. അതുകൊണ്ട് അവന്റെ പുറകെ വന്നിട്ട് ഇവൻ കാണാത്ത സമയം അവന്മാരെ ഷൂ ഒക്കെ തട്ടിക്കളയും. അങ്ങനെ ഇതോടെ അവനും ദേഷ്യത്തി മര്യാദയ്ക്ക് ഇത് എടുത്തു വെക്കാൻ വേണ്ടി പറയുമ്പം അവന്മാരാണ് തിരിച്ച് കലിപ്പിച്ച് ഇല്ലെങ്കിൽ ഇവൻ എന്തോ ചെയ്യാൻ ചോദിക്കും. അങ്ങനെ അതുകൊണ്ട് തന്നെ ലീവും അവൾ വാങ്ങിച്ചെന്ന ഷൂ ആയതുകൊണ്ട് തന്നെ ഇവന് നല്ലോണം ദേഷ്യം വരും. അപ്പം തന്നെ അവന്മാരെ ഷൂ കാലും കൊണ്ട് ചവിട്ടി കളഞ്ഞുടനെ ഇവൻ അവന്മാരായിട്ട് അടിക്കാൻ തുടങ്ങും. അങ്ങനെ ഇത് കണ്ട് പിള്ളേരെല്ലാരും കൂടെ ഒന്നുകൂടുമ്പോഴാണ് അതേസമയം തന്നെ ഇവിടെ ചെന്നും കുറെ സ്നാക്സ് ഒക്കെ വാങ്ങിച്ച് ഇവനോട് സോറ് ചോദിക്കാൻ വേണ്ടി വരിക. പക്ഷെ അപ്പോഴാണ് അവൻ അറിയാൻ വരുന്നത് ലീവ് മറ്റവന്മാരായിട്ട് താഴെ നിന്ന് അടി ഉണ്ടാക്കുവാന്ന്. അതോടെ അവൻ ഓടി അടുത്തേ ചെല്ലുമ്പം അവന്മാർക്ക് ഇവൻ അടിക്കുന്നുണ്ട് ദേഷ്യത്തി ചുമ്മാ ഇവന്റെ റീസൺ പറഞ്ഞ് വെറുതെ അടി ഉണ്ടാക്കാതെ പോകാൻ പറയും. അപ്പോഴാണ് അവന്മാരും ഇവനെ സഹായിച്ചതും വലിയ തെറ്റാണെന്ന് പറഞ്ഞ് പെട്ടെന്ന് ചെന്നിനും കൂടെ അടിക്കാൻ തുടങ്ങിയ ഉടനെ ഇവന്മാർ 4 പേരും കൂടെ കൂട്ടടിയാകും. അതിനുശേഷം അവസാനം സാറ് വന്നിട്ടായിരിക്കും ഇവന്മാർ അടി നിർത്തുന്നത്. എന്നിട്ട് അടുത്ത ദിവസം ഇതൊരു വലിയ സീനായിട്ട് മാറുമ്പം മറ്റേ റാഗിങ് ചെയ്ത പിള്ളേരുടെ പേരൻസ് ആണ് അവരൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ് എല്ലാ കുറ്റം ഇവന്മാർ നേർക്കം വയ്ക്കും. അപ്പോഴാണ് ഇതെല്ലാം കേട്ടിട്ട് ചെന്നും തെറ്റൊക്കെ ഇവന്മാരാ ചെയ്തെന്ന് പറഞ്ഞ് അവന്മാർ ലീവിനെ റാഗ് ചെയ്ത കാര്യം പറയുമ്പം അവിടേക്കൊന്ന് സെൻജിങ് ആണ് ഇവന്റെ മുഖത്തിലുള്ള മുറിവ് കണ്ടിട്ട് അവൾ മൊത്തത്തിൽ അങ്ങ് പേടിച്ചു പോകും. അപ്പോഴാണ് മറ്റേ പേരൻസും ലീവിനെ കുറിച്ച് അനാവശ്യം പറയുന്ന കേട്ട് ഇവള് സത്യം എന്തോന്ന് സാറിനോട് ചോദിച്ച് മനസ്സിലാക്കും. അപ്പോഴാണ് അങ്ങേരും ഇന്നലെ രാത്രി ഇവന്മാർ 4 പേരും കൂടെ ഫൈറ്റ് ചെയ്യുന്ന പറഞ്ഞിട്ട് എല്ലാവരോടും ചോദിച്ചപ്പോഴാണ് മനസ്സിലാക്കിയ കുറച്ച് ദിവസമായിട്ട് ഇവന്മാരൊക്കെ ലീവിനിട്ട് റാഗിങ് ചെയ്യുമെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് തന്നെ തെറ്റ് ഇവന്മാർ നേർക്കാന്ന് സാറിന് വിശ്വാസമായതോടെ ഇത് കേട്ട് സെൻജിങ് ആണ് ഇതൊക്കെ എത്ര ദിവസമായിട്ട് നടക്കുമെന്ന് ചോദിക്കും. അപ്പോഴാണ് സാറും അതിപ്പോ തൽക്കാലം 2-3 ആഴ്ചയെങ്കിലും ആയിക്കാണെന്ന് പറഞ്ഞ് ആ കാര്യം പറയുമ്പോ തന്നെ ഇവൾ അവനോട് പിന്നെന്തിന് ഈ കാര്യം അവളോട് പറയാത്തെന്ന് ചോദിക്കും. പക്ഷെ അവനാണ് തിരിച്ചൊന്നും മിണ്ടാൻ പോത്തില്ല. അപ്പോഴാണ് മറ്റന്മാരുടെ പേരൻസും എന്തായാലും പിള്ളേരടിച്ച് തെറ്റാന്ന് പറഞ്ഞ് ഇവരെ സോറ് വഹിക്കാൻ പറയുമ്പം സെൻജിങ് ദേശത്തി നിങ്ങൾ ഏത് കാലത്താ ജീവിക്കുന്നത്? തെറ്റൊക്കെ നിങ്ങളുടെ പിള്ളേർ ചെയ്തിട്ട് ഞങ്ങൾ സോറ് വഹിക്കണമെന്നോ എന്നിന് അവൾ പറയുമ്പോൾ തന്നെ മറ്റേ പേരൻസും ഇവൾ ആരാ അവന്റെ പാരന്റ് ആണെന്ന് പറഞ്ഞ് ഇവന്റെ അച്ഛനമ്മയൊക്കെ അവിടെ പോയി ചോദിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഇത് കേട്ട് അവൾക്ക് നല്ല ദേഷ്യം വന്നിട്ട് അതൊക്കെ ചോദിക്കേണ്ടത് നിങ്ങൾക്കൊരു ആവശ്യമില്ല, ഞാൻ ഇവന്റെ ചേച്ചിയാ, നിങ്ങൾ തന്നെ ഇമാതിരി സംസാരിക്കുവാണ് പിന്നെ നിങ്ങളുടെ പിള്ളേരെ കുറിച്ച് പറയണ്ടല്ലോ എന്നിന് അവരെയൊക്കെ മിണ്ടാതാക്കിയിട്ട് ലീവിനെ കണ്ട് ഇവൻ എന്തിനാ കുനിഞ്ഞിരിക്കുന്ന ഒരു തെറ്റും ചെയ്യാത്തവൻ തല ഉയർത്തിയാൽ നിൽക്കേണ്ടെന്ന് പറഞ്ഞ് അവന് പറഞ്ഞു കൊടുക്കും. അതിനുശേഷം അവൾ അവരോടൊക്കെ ദേഷ്യത്തി അവന്റെ അനിയനെ സ്കൂളിലേക്ക് പറഞ്ഞയച്ച് പഠിക്കാനാ അല്ലാതെ അടി വാങ്ങിച്ച് കൂട്ടാനല്ലെന്ന് പറഞ്ഞ് ഇവിടുത്തെ ക്യാമറ എവിഡൻസ് ആക്കി അവൾക്ക് വേണേൽ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാന്ന് പറയും. കൂടാതെ സാക്ഷി കുറെ സ്റ്റുഡൻസ് ഉണ്ടെന്ന് പറയുമ്പം ഇത് കേട്ട് മറ്റവരൊക്കെയാണ് പേടിച്ചു പോകും. അതിനുശേഷം അവളും ഇതൊരു അവസാനത്തെ വാർണിംഗ് ആയിട്ട് കൊടുത്തിട്ട് അപ്പൊ തന്നെ അവനെ വിളിച്ചോണ്ട് ക്ലാസ്സിലേക്ക് ചെല്ലും. എന്നിട്ട് അവള് മാസമായിട്ട് ഇനി മേല എന്റെ അനിയൻ ആരെയും ശല്യപ്പെടുത്തുന്ന വിചാരിച്ച അവരെ ഞാൻ വെറുതെ വിടത്തില്ല എന്നിന് അവള് പറയുമ്പോ തന്നെ ഇത് കേട്ട് എല്ലാരും കൂടെ മൊത്തത്തിൽ അങ്ങ് ഷോക്കായി പോകും. അങ്ങനെ അതിനുശേഷം അവള് സാറിനോട് അവളിപ്പോ ഇങ്ങനെ ചെയ്യുന്ന സോറി എന്ന് പറഞ്ഞിട്ട് അവളുടെ അനിയൻ ഇങ്ങനെ അവസ്ഥയ്ക്ക് ശേഷം അവളുടെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെന്ന് പറയും. എന്നിട്ട് അവളും ഇവന് നല്ല പയനാന്നൊക്കെ പറഞ്ഞിട്ട് സാറിനോട് സംസാരിച്ച് അവിടെ നിന്ന് പോകും. അങ്ങനെ അതിനുശേഷം ഇവരുടെ എക്സാമിന്റെ റിസൾട്ട് വരുമ്പം ഈ തവണ ക്ലാസ് 2ാമത് ലീവ് ആണ്. അതുകൊണ്ട് അവനെ സന്തോഷത്തി സ്കൂളിൽ എത്രാമതാന്ന് നോക്കാൻ പോകുമ്പോൾ അവന് മൊത്തത്തിൽ 43ാമത്തെ റാങ്ക് വാങ്ങിച്ചാണ്. അങ്ങനെ അത് കണ്ട് അവൻ ചെറിയ അപ്സെറ്റ് ആയിട്ടിരിക്കുമ്പം ഇവന്റെ കൂട്ടുകാരന്മാര് പുറത്തേക്ക് വിളിച്ചുകൊണ്ടായിട്ട് അവനോട് സോറി പറയും. അങ്ങനെ ചെന്നും ആവശ്യമില്ലാതെ ഇവനെ തെറ്റിരിച്ച് അവനും കുറെ വഴക്കൊക്കെ ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ലീവും അതൊന്നും ഒരു കുഴപ്പമില്ലെന്ന് പറയും. കാരണം ആ ഷൂ കാറിന് അടി ഉണ്ടായപ്പോൾ ഇവന്മാരൊക്കെ ഇവനെ സപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞ് അവന് നമ്മളൊക്കെ ഫ്രണ്ട്സാന്ന് പറയുമ്പോൾ ഇത് കേട്ട് അവന്മാരൊക്കെ സന്തോഷിത്തി എങ്കിൽ പിന്നെ വാ നമുക്ക് പുറത്ത് ഫുഡ് കഴിക്കാന്ന് പറഞ്ഞ് അവന്മാരൊക്കെ അവരുടെ ചെലവാന്ന് പറയും. എന്നിട്ട് ഇവിടെ ഫ്യൂച്ചറിൽ ലീവിന്റെ കമ്പനിയും ഒരു പുതിയ AI പ്രോജക്റ്റിന് വേണ്ടി അവർ കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്. അങ്ങനെ അതുകൊണ്ട് ആരേലൊക്കെ ഇവരുടെ പ്രോജക്റ്റിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി തപ്പി നടക്കുമ്പം ഇവർക്ക് ഒരാളെ
കിട്ടും. അങ്ങനെ അതുകൊണ്ട് തന്നെ പുറത്ത് മീറ്റിംഗ് ഒക്കെ വെച്ച് ഇവർ തമ്മിൽ ഡീലൊക്കെ ചെയ്യുമ്പോൾ അങ്ങേർക്ക് ഈ AI കുറിച്ച് വലിയ പിടിപാടൊന്നുമില്ല. പക്ഷെ ഇവന്മാരുടെ പ്രോജക്റ്റ് പൈസ ഇടുവാണ് കുറച്ച് ലാഭം കിട്ടുന്ന അയാൾക്കൊരു വിശ്വാസമുണ്ട്. അങ്ങനെ അതുകൊണ്ട് തന്നെ അങ്ങേരും ഇവർക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി സമ്മതിക്കും. പക്ഷെ ലീവോനാണ് ഈ കാര്യം ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് തന്നെ അവനും അങ്ങേര് പോയതിനു ശേഷം അവന്റെ പാർട്ട്ണറോട് ഇങ്ങേർക്ക് AI കുറിച്ച് ഒരു കാര്യം അറിയത്തില്ല, അതുകൊണ്ട് അവന് വേറെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ തപ്പണം എന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് അവനും ദേഷ്യത്തിൽ പൈസ നമുക്ക് കിട്ടാൻ തന്നെ വലിയ പാടാ, ഇത് കിട്ടിയ ഒരാളെ നമുക്ക് കളയണം എന്ന് പറഞ്ഞ് അവന് പറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ അതുകൊണ്ട് തന്നെ ഇവന്മാർ തമ്മിൽ തർക്കം വരുമ്പം ഇടയിൽ കയറി ഇവന്റെ കൂട്ടുകാരും ചെന്നും രണ്ടുപേരെ സമാനപ്പെടുത്തി നമുക്ക് പതി ആലോചിക്കാന്ന് പറഞ്ഞ് അവന്മാരെ അങ്ങ് പറഞ്ഞയക്കും. അതിനുശേഷം അവന് ലീവോനോട് ഞാൻ 6 പക്കത്തിലല്ല, പക്ഷെ നമ്മുടെ പ്രോജക്റ്റിന് പൈസ ഇറക്കാൻ തൽക്കാലം ആരുമില്ല, അവിടെ നീ രണ്ടും കൂടെ ആലോചിക്കുന്ന നല്ലത് എന്നിന് അവനും കുറച്ചൊക്കെ അഡ്വൈസ് ചെയ്യും. അങ്ങനെ ഇതേ സമയം തന്നെ സെൻജിങ് മറ്റേ ഡോക്ടർ ലൂവായിട്ട് പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് അവളുടെ വീട്ടിലേക്ക് വരും. അങ്ങനെ അങ്ങേര് ഇവൾക്ക് വേണ്ടി കുറച്ച് സ്ട്രോബെറീസ് ഒക്കെ കൊണ്ടുവന്നേക്കുക. അതുകൊണ്ട് അവളുടെ വീട്ടിലേക്ക് അത് എടുത്തോണ്ട് പോകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ആ സമയത്താണ് ലീവോ അവിടേക്ക് വന്നിട്ട് പെട്ടെന്ന് ഇവർ ഒരുമിച്ച് കണ്ടുടനെ ഇവർ രണ്ടുപേരും കൂടെ എവിടേക്ക് പോയിട്ട് വരുവാൻ ചോദിക്കും. അപ്പോഴാണ് ഡോക്ടർ ലൂവും പുറത്തൊന്ന് ഡിന്നറിന് പോയതാന്ന് പറഞ്ഞ് ഇപ്പൊ ഈ ഫ്രൂട്ട്സ് ഒക്കെ എടുത്തു വെക്കുക ഹെൽപ്പ് ചെയ്യാന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് അവനും കുറച്ച് ജലസായൊക്കെ ഇരിക്കും. അങ്ങനെ അതിനുശേഷം അങ്ങേരും ഇനി ഇവൻ അടുത്ത തിങ്കളാഴ്ച ഒന്നും കൂടെ വരാൻ പറയുമ്പോൾ പെട്ടെന്ന് അവൻ സെൻജിങ്ങിനോട് തിങ്കളാഴ്ച ചേച്ചി ഫ്രീ ആണെന്ന് പറഞ്ഞ് അവളും കൂടെ കൂട്ടിന് വിളിക്കും. അതുകൊണ്ട് ഇവർ രണ്ടുപേരും ഇടയിൽപ്പെട്ട് അവൾ എന്ത് പറയണമെന്ന് അറിയാതെ ആലോചിച്ചിട്ട് പറയാന്ന് പറഞ്ഞ് അവൾ ആദ്യം തന്നെ വീട്ടിലേക്ക് കയറി പോകും. അപ്പോഴാണ് അതേസമയം അങ്ങേര് അവളുടെ കൂടെ തന്നെ കയറി ചെല്ലുമ്പം ഇവ മൊത്തത്തിൽ അങ്ങ് വെപ്രാളാവും. അങ്ങനെ അതുകൊണ്ട് തന്നെ വീട്ടിൽ ചെന്നിട്ട് അവനും അവളുടെ വാതിൽ തന്നെ നോയിക്കൊണ്ട് ഇവൻ എന്ത് ഇത്ര സമയത്ത് പുറത്തു വരാത്തെന്ന് പറഞ്ഞ് അവൻ കുറെ സമയത്ത് നോയിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് അവർ രണ്ടുപേരും കൂടെ പുറത്തേക്ക് ഇറങ്ങിയിരുന്നത്. ഇതേ സമയം ഇവന്റെ കൈ തട്ടി അറിയാതെ അവൾക്ക് കോൾ പോകുമ്പം അവൾ പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് ഹലോ എന്ന് പറയും. അപ്പോഴാണ് ഇവനും പേടിച്ചിട്ട് ഹലോ, ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചാ, നീ തിങ്കളാഴ്ച ഫ്രീ ആണോ എൻ്റെ കൂടെ ആശുപത്രി വരാൻ വേണ്ടി എന്നിട്ട് അവനും ചോദിക്കുമ്പം അവളും വരാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യും. അങ്ങനെ അതിനുശേഷം ഇവരുടെ ലിഫ്റ്റിൽ കയറി പോകുമ്പോഴാണ് അവൻ നൈസിന് ഡോർ തുറന്ന് പാതി അവിടേക്ക് വന്നിട്ട് ഇവളെ തിരിച്ചു വരുന്നുണ്ട്. അവന് വീട്ടിൽ കുടിക്കാൻ വെള്ളമില്ലെന്ന് പറഞ്ഞ് ഒരു ബോട്ടിൽ കിട്ടുകയും ചെയ്യും. അങ്ങനെ അതുകൊണ്ട് തന്നെ അവൾ ഇവന് കുടിക്കാൻ വേണ്ടി വെള്ളം എടുക്കാൻ പോകുമ്പോൾ അതേസമയം അവിടെ കുറെ സ്ട്രോബെറി ജാമൊക്കെ ഇരിക്കുന്നതാണ്. കാരണം ഇത്ര സമയം അങ്ങേര് ഇവൾക്ക് വേണ്ടി അത് ഉണ്ടാക്കി കൊടുത്തിട്ട് പോയതാ. അതുകൊണ്ട് തന്നെ അവനും ഇവൾക്ക് എപ്പോൾ തൊട്ട മധുരമൊക്കെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയെന്ന് ചോദിക്കുമ്പോൾ അവൾ ഇപ്പോഴൊക്കെ മധുരമൊക്കെ ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞ് അവന് വേറെ എന്തെങ്കിലും വേണമെന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും വേറെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് അവനും കുറച്ച് അസൂയപ്പെട്ട് അവിടെ നിന്ന് പോകും. ഇതേ സമയം തന്നെ ഞാനും അവന്റെ ഓൺലൈൻ ഫ്രണ്ട്സുമായിട്ടൊക്കെ പുറത്ത് കറങ്ങാൻ വേണ്ടി വന്നേക്കും. കാരണം ഇവരൊക്കെ ഒരുമിച്ച് സ്റ്റാർസ് കാണാൻ ആഗ്രഹിക്കുന്നവരാ. അങ്ങനെ ആ കൂട്ടത്തിൽ തന്നെ അവൻ സെഞ്ചിന്റെ കൂട്ടുകാരെയും കൂടെ കണ്ടുമുട്ടും. അതുകൊണ്ട് ഇവർ തമ്മിൽ കണ്ടുമുട്ടിയത് വിദ്യാന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ മനസ്സിൽ സന്തോഷപ്പെട്ടുകൊണ്ടിരിക്കും. അങ്ങനെ എല്ലാവരും കൂടെ പരസ്പരം ചോദ്യം ചോദിച്ച് ഗെയിം കളിക്കുമ്പോൾ പെട്ടെന്ന് കൂട്ടുകാരിയും യാങ്ങിനോട് അവൻ സിംഗിൾ ആണെന്ന് ചോദിക്കും. അങ്ങനെ അതുകൊണ്ട് അവനും കുറച്ച് ഷൈ ആയിട്ടിരിക്കുമ്പോൾ അവന്റെ ഫ്രണ്ട്സൊക്കെ അവൻ പണ്ട് തൊട്ടേ സിംഗിളാന്ന് പറഞ്ഞ് അവന്മാരൊക്കെ സത്യം പറഞ്ഞു കൊടുക്കും. അപ്പോഴാണ് അടുത്തായിട്ട് അവളും എങ്കിൽ പിന്നെ എന്റെ ഫ്രണ്ട് റിക്വസ്റ്റ് നീ എന്തിനാ അക്സെപ്റ്റ് ചെയ്യാത്തതെന്ന് പറഞ്ഞ് അവളിപ്പോൾ എല്ലാവരും ഫ്രണ്ട് വെച്ചിന് ചോദിക്കുമ്പോൾ തന്നെ അവന്റെ കൂട്ടുകാരന്മാരും ഒരു സുന്ദരി കൂടി നിനക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചിട്ട് നീ എന്നോട് അക്സെപ്റ്റ് ചെയ്യാത്തെന്ന് പറഞ്ഞ് അവന്മാരൊക്കെ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറയും. അങ്ങനെ അതുകൊണ്ട് തന്നെ അവനും ഇപ്പം തന്നെ അക്സെപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ് അവൻ അക്സെപ്റ്റ് ചെയ്ത് അവൾക്ക് അത് കാണിച്ചു കൊടുക്കും. അങ്ങനെ അതിനുശേഷം ഇവർ സ്റ്റാർസ് ഒക്കെ കണ്ടിട്ട് കിടന്നുറങ്ങാൻ പോകുമ്പോൾ യാങ് ആണ് അവളൊരു ചെറിയ ടെന്റിൽ താമസിക്കുന്നുണ്ട്. അവൾക്കത് കംഫർട്ടബിൾ അല്ലെന്ന് മനസ്സിലാക്കി ഇവന്റെ കൂട്ടുകാരും കൂടെ താമസിക്കുന്ന ആ വലിയ ടെന്റ് അവൾക്കാൻ കൊടുക്കും. അതുകൊണ്ട് അവൾ സന്തോഷത്തിൽ അവന് തിരിച്ച് താങ്ക്സ് പറയും. എന്നിട്ട് രാത്രി അല്ലേ ഉറങ്ങിയതിനു ശേഷം ഇവൻ ആരും അറിയാതെ അവളുടെ അക്കൗണ്ടിലെ പോസ്റ്റ് കണ്ടുകൊണ്ടിരിക്കും. അപ്പോഴാണ് രാത്രി അവള് പതി എഴുന്നേറ്റ് ഇവന്റെ അടുത്തേക്ക് വരുന്നത്. അതോടെ അവന് മൊത്തത്തിൽ പേടിച്ചുപോയി. അവൻ കിടന്നുറങ്ങാൻ പോകുന്ന പറഞ്ഞ് പെട്ടെന്ന് അവിടെ നിന്ന് ഓടിപ്പോകും. അങ്ങനെ അതിനുശേഷം തിങ്കളാഴ്ച സെൻജിങ് അവനെ വിളിച്ചുകൊണ്ട് ആശുപത്രിയിലേക്ക് ചെല്ലും. അപ്പോഴാണ് ഡോക്ടർ ലൂവും ഇവന്റെ അവസ്ഥയൊക്കെ മനസ്സിലാക്കിയിട്ട് ഇവൻ ഈ മൈഗ്രെയിനൊക്കെ വരാനുള്ള കാരണം എന്തേലും ഇമോഷണൽ ആയിട്ടുള്ള ട്രാമ ഇല്ലായിരിക്കും എന്ന് പറഞ്ഞ് അങ്ങനെ എന്തേലൊക്കെ നടന്നിട്ടുണ്ടോന്ന് ചോദിക്കും. അപ്പോഴാണ് അവനും ഇവനോർത്ത് സെൻജിങ് വിഷമിക്കണമെന്ന് പറഞ്ഞ് അവനും മിക്കുള്ള ഡോക്ടർ ഇങ്ങനെയൊക്കെ പറയുന്നത്, പക്ഷെ അങ്ങനൊന്നും ആയിരിക്കത്തില്ലെന്ന് പറഞ്ഞ് റെസ്റ്റ് എടുക്കാത്തോണ്ടായിരിക്കാം അവൻ ഈ പ്രശ്നമൊക്കെ വരുന്നതെന്ന് പറയും. അപ്പോഴാണ് അങ്ങേരും എങ്കിൽ പിന്നെ ഇവന് കുറച്ച് മരുന്നൊക്കെ എഴുതി കൊടുത്തിട്ട് അവൻ ഇനി എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് ഓരോന്നായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ അതോടൊപ്പം തന്നെ സെൻജിങ് മൊബൈൽ ഫോൺ എടുത്ത് അതൊക്കെ എഴുതി വെച്ചോണ്ടിരിക്കുമ്പോൾ ഇത് കണ്ട് അവനും മൊത്തത്തിൽ അങ്ങ് സന്തോഷമാകും. അപ്പോഴാണ് ഇത് കണ്ടിട്ട് അങ്ങേരും ഇവന്റെ ചേച്ചിക്ക് ഇവനോട് നല്ല സ്നേഹമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങേരും ചെറിയ അസൂയിലേക്ക് ഇരിക്കും. അങ്ങനെ അതിനുശേഷം അവരോടിന് പോകുന്ന മുമ്പേ തന്നെ ഡോക്ടർ ലൂവും ഈ ആഴ്ചകൾ ഫ്രീ ആണ്, അങ്ങേരുടെ കൂടെ സ്പോർട്സ് ക്ലബിലേക്ക് വരാൻ വേണ്ടി പറയും. അങ്ങനെ അതിനവൾ സമ്മതിക്കുമ്പോൾ പെട്ടെന്ന് ഇത് കേട്ട് അവനും എങ്കിൽ പിന്നെ ഞാനും കൂടെ വരട്ടെ എന്ന് പറഞ്ഞ് അവനും സ്പോർട്സിനോട് ഭയങ്കര താല്പര്യമെന്ന് പറയും. അങ്ങനെ അതുകൊണ്ട് തന്നെ അങ്ങേരും ഇവൻ അവോയ്ഡ് ചെയ്യാൻ പറ്റാതെ എങ്കിൽ പിന്നെ എല്ലാവർക്കും കൂടെ പോയാൽ ഫണ്ണായിരിക്കും എന്ന് പറഞ്ഞ് അവനും കൂടെ വരാൻ പറയും. അതിനുശേഷം പോകുന്ന വഴിക്ക് ഇവനും കൂടെ സ്പോർട്സ് ക്ലബ്ബിൽ വരുന്ന രണ്ടുപേർക്ക് ശല്യമാണെന്ന് ചോദിക്കുമ്പോൾ അവൾ അങ്ങനെ നില്ലെന്ന് പറയുമ്പോൾ ഇവന് മൊത്തത്തിൽ അങ്ങ് സന്തോഷമാകും. എന്നിട്ട് ഇവിടെ വീണ്ടും ഫ്ലാഷ് ബാക്കിലാണ് ഇപ്പൊ ലീവും അവൻ ക്ലാസ്സിൽ 2ാമത്തെ വാങ്ങിച്ച റാങ്ക് അവൻ സെൻജിങ്ങിനോട് ചെന്ന് കാണിക്കും. അങ്ങനെ അതുകൊണ്ട് അവൾ മൊത്തം ഹാപ്പി ആയിട്ട് ഇത്രയും പെട്ടെന്ന് ഇത്ര ഇമ്പ്രൂവ് ആയെന്ന് പറഞ്ഞ് അവൾക്ക് വിശ്വസിക്കാനൊക്കത്തില്ല. അപ്പോഴാണ് അവനും പക്ഷെ സ്കൂളിൽ ടോപ്പ് 30 എത്തില്ലെന്ന് പറയുമ്പോൾ ഇവൾ അത്രയും പെട്ടെന്നൊക്കെ ടോപ്പ് 30 എത്തിയ പിന്നെ ഇവൻ എങ്ങനെയൊക്കെ പൊക്കി പറയാനെന്ന് അവൾക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞ് പതിയെ പോയാൽ മതി എന്ന് പറയും. അങ്ങനെ അതിനുശേഷം അവനും ഇവൾ കഴിക്കാൻ വേണ്ടി ഫ്രൂട്ട്സ് ഒക്കെ എടുത്തു കൊടുത്തിട്ട് രണ്ടുപേരും കൂടെ സംസാരിക്കുമ്പോൾ അവളും കമ്പനിയിൽ ഇപ്പൊ ഒരു കാറിന്റെ പരസ്യത്തിന് വേണ്ടി
മത്സരിക്കുമെന്ന് പറഞ്ഞ് എങ്ങനെയൊക്കെ ആ പ്രോജക്റ്റ് കിട്ടണം എന്നറിയും. അതുകൊണ്ട് ഇവൻ എന്തെങ്കിലുമൊക്കെ ഐഡിയ തരാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അവനും കാറൊന്നും ഓട്ടിച്ചിട്ടില്ലെന്ന് പറഞ്ഞ് അവൻ അറിയത്തില്ലെന്ന് പറയും. അപ്പോഴാണ് ഇത് മനസ്സിലാക്കിയിട്ട് അവളും സോറി എങ്കിൽ പിന്നെ ഞാനായിട്ട് തന്നെ ആലോചിക്കാം എന്നിട്ട് അവന് ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് അവൾ റൂമിലേക്ക് ചെല്ലും. അതിനുശേഷം അടുത്ത ദിവസം ലീവിന് വെക്കേഷൻ ആയതുകൊണ്ട് ഇവൾ അവനെ വിളിച്ചുകൊണ്ട് പുറത്ത് കറങ്ങാൻ വേണ്ടി പോകും. അങ്ങനെ അവൾക്ക് എന്തായാലും ഐഡിയ കിട്ടുമെന്ന് പറഞ്ഞാൽ ഇവനെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് വന്ന് അങ്ങനെ അവർ കുറെ ടൈം അവിടെ സ്പെൻഡ് ചെയ്യുമ്പോൾ അവസാനം അവനൊരു VR ഇട്ട് കൊടുത്തിട്ട് ഇവൾ അവനെ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അവൾ ചുമ്മാ അങ്ങോട്ടേക്കൊന്ന് പോയിട്ട് വരാന്ന് പറയും. അപ്പോഴാണ് അടുത്തിരുന്ന് ഇവളിങ്ങനെ പറഞ്ഞിട്ട് പോകുമ്പോൾ അവൻ മൊത്തത്തിൽ അങ്ങ് ബ്ലഷ് ആവും. അതിനുശേഷം സെഞ്ചിനും അവിടെ ഒരു ബെങ്കോച്ച് ഒറ്റയ്ക്ക് മ്യൂസിക് അടിച്ച് ഗെയിം കളിക്കുന്നുണ്ട്. ഇവളെ കൂടെ ചെന്ന് സഹായിച്ചുകൊണ്ടിരിക്കും. അപ്പോഴാണ് ആ കോച്ചിന്റെ അമ്മ അവിടേക്ക് വന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ സന്തോഷത്തിൽ ഗെയിം കളിക്കുന്ന അവരുടെ ഫോണിൽ റെക്കോർഡ് ചെയ്യും. അങ്ങനെ അതിനുശേഷം പോകുന്ന മുമ്പ് സെഞ്ചിങ്ങും ആ വീഡിയോ അവൾക്കും കൂടെ നയിച്ചു തരാൻ പറ്റുമെന്ന് പറഞ്ഞ് ഇവർ തമ്മിൽ പരസ്പരം കോൺടാക്ട് ഒക്കെ ഷെയർ ചെയ്യും. എന്നിട്ട് പിന്നീട് അവിടേക്ക് വരുന്ന ലീവുമാണ് അവനിപ്പോ കണ്ട സാധനം ഫുള്ള് അടിപൊളിയായിരുന്നു പറഞ്ഞ് എയും കൊണ്ട് നമ്മുടെ നാച്ചുറിനെ തന്നെ നല്ലോണം ഡെവലപ്പ് ആക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് അവൻ ഭയങ്കര സന്തോഷത്തിലൊക്കെ സംസാരിക്കും. അങ്ങനെ ഇവിടെ നിന്നാണ് അവൻ എയോട് താല്പര്യം കൂടിയ. എന്നിട്ട് ഇപ്പൊ അടുത്ത ദിവസം സെഞ്ചിങ് കമ്പനിയിലേക്ക് ചെല്ലുമ്പം ഇവർക്ക് വീണ്ടും ഒരു പ്രശ്നം വരും. ആ കാർ കമ്പനിയുടെ പരസ്യത്തിൽ ഇവർക്ക് മത്സരിക്കാൻ ഒക്കത്തില്ലെന്ന്. കാരണം ഇവൾ മുമ്പ് ജോലി ചെയ്ത കമ്പനി ഫേമസ് ആയതുകൊണ്ട് അവർ മത്സരമൊക്കെ ചുമ്മാ പേരിന് വെച്ചിട്ട് അവളുടെ ആ പഴയ കമ്പനി തന്നെ ചൂസ് ചെയ്യാനിരിക്കുക. അങ്ങനെ അതിലെ ഡയറക്ടർ ഇവളുടെ എക്സ് ബോയ് ഫ്രണ്ട്. പക്ഷെ ഇവരിങ്ങനെ മത്സരിക്കാതെ തന്നെ അവർക്ക് ആ ചാൻസ് കൊടുക്കുന്നത് ഇവൾക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല. അതുകൊണ്ട് ഇവരുടെ കൂടെ ഒക്കെ ചേർന്ന് എങ്ങനെയൊക്കെ കാർ കമ്പനിയെ കോൺടാക്ട് ചെയ്ത് മത്സരിച്ച് പങ്കെടുക്കാൻ ഒരു ചാൻസ് നോക്കും. അപ്പോഴാണ് ഇവൾ അറിയാൻ വരുന്നത് ഇന്നലെ ഇവള് പരിചയപ്പെട്ട മറ്റേ ലേഡിയാണ് ആ കാർ കമ്പനി ടീമിൽ ജഡ്ജായിട്ടൊക്കെ വരാൻ പോകുന്നത്. അങ്ങനെ അതുകൊണ്ട് തന്നെ ഇവളുടെ കോൺടാക്ട് ഉള്ളതുകൊണ്ട് അവർ ഡെയിലി എവിടെയൊക്കെ പോകുന്നതെന്ന് നോക്കിയിട്ട് ഇവൾ അതേ കോഫി ഷോപ്പിൽ ചെന്ന് അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവർ അവിടേക്ക് വരുന്നുണ്ട്. ഇവൾ അടുത്തേക്ക് ചെന്ന് സംസാരിക്കുമ്പം അവർ വീണ്ടും കണ്ടുമുട്ടിയെന്ന് പറഞ്ഞ് കുറച്ച് സന്തോഷത്തിലേക്ക് ഇരിക്കും. അപ്പോഴാണ് അവളും ഈ തവണ അറിയാതെ കണ്ടുമുട്ടിയതല്ല, അവൾ മനഃപൂർവ്വം ഇങ്ങോട്ടേക്ക് വന്നയാന്ന് പറഞ്ഞ് ഇവരുടെ കമ്പനിക്ക് ആ പരസ്യം ചെയ്യാനുള്ള അവസരമൊക്കെ വേണം ചോദിച്ചു നോക്കുമ്പോൾ അവരും മത്സരിക്കാൻ അവസരമൊക്കെ തരാം, പക്ഷെ നല്ലോണം പ്രൊപ്പോസൽ റെഡിയാക്കേണ്ട ഇവരുടെ പണിയാന്ന് പറഞ്ഞ് അവൾക്കൊരു ചാൻസ് കൊടുക്കും. അങ്ങനെ ഇതിന്റെ കാരണം കൊണ്ട് തന്നെ ഇവൾ വീട്ടിലൊന്നും പോകാതെ ഫുൾ സമയം വർക്കിലായിരിക്കും. അതുകൊണ്ട് തന്നെ വെക്കേഷന് വീട്ടിൽ എത്തുന്ന ലീവും ഇവൾക്ക് മെസ്സേജ് പറയുമ്പോൾ അവളും തൽക്കാലം വരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് അവൻ തിരിച്ച് റിപ്ലൈ ഇടും. ഇതേസമയം ഇവളിങ്ങനെ ഓവർ ടൈം വർക്ക് ചെയ്ത് കഷ്ടപ്പെടുന്നുണ്ട്. മറ്റേ പഴയ പ്രോജക്ട് ടീമിന്റെ ലീഡറും അവനും കൂട്ടിനൊക്കെ നിൽക്കാന്ന് പറഞ്ഞ് ഇവളെ സഹായിക്കാനൊക്കെ തീരുമാനിക്കും. അങ്ങനെ അതിനുശേഷം ആ കാർ കമ്പനി ചെന്ന് ഇവർ ഓരോരുത്തരുടെ പരസ്യത്തിന്റെ പ്രൊപ്പോസലൊക്കെ ചെയ്യും. അങ്ങനെ ആദ്യം സെൻജിങ്ങിന്റെ എക്സ് ഹസ്ബൻഡും അവന്റെ പ്ലാനൊക്കെ പറഞ്ഞിട്ട് പോയതിനു ശേഷം അടുത്തായിട്ട് സെൻജിങ് വന്ന് അവൾ ഈ കാറിനെ നാച്ചുറായിട്ട് ബന്ധപ്പെടുത്തി എടുക്കാൻ പോകുന്ന പരസ്യം പറഞ്ഞ് അവളുടെ പ്രൊപ്പോസലൊക്കെ ചെയ്യും. അങ്ങനെ അതുകൊണ്ട് അവർക്ക് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് തോന്നി ഇവളുടെ പ്ലാൻ അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. അതിനുശേഷം ഇവിടെ ഹോസ്റ്റലിലാണ് എല്ലാവരും വീട്ടിലേക്ക് പോകുമ്പോൾ ചെൻ മാത്രം അവന്റെ വീട്ടിൽ ആരും ഇല്ലെന്ന് പറഞ്ഞ് അവൻ ഇവിടെ തന്നെ താമസിക്കാൻ പോകുന്ന പറയും. അപ്പോഴാണ് ഇതികടെ ലീവും എന്തായാലും ചേച്ചിയും വീട്ടിൽ കാണത്തില്ല, അതുകൊണ്ട് അവൻ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഇവന് കൂട്ടിന് തിരിച്ചു വരാന്ന് പറയുമ്പോൾ ചെൻ ഭയങ്കര സന്തോഷത്തി എങ്കിൽ പിന്നെ നീ വരുന്നവരെ ഞാൻ പട്ടിണി അടക്കും, മര്യാദയ്ക്ക് നീ വന്നോണം എന്നതിന് അവന് ലീവിന് പറഞ്ഞേക്കും. പക്ഷെ ഇതേ സമയം അവൻ വീട്ടിൽ ചെന്ന് നോക്കുമ്പോഴാണ് അവിടെ ഇന്ന് സെൻജിങ് വീട്ടിൽ വന്നതാണ്. അതുകൊണ്ട് ഇവന് കഴിക്കാൻ വേണ്ടി അവൾ ഫുഡൊക്കെ വാങ്ങിച്ചു വെച്ചേക്കോന്ന് പറയുമ്പോൾ അവൻ സന്തോഷത്തി അപ്പം തന്നെ ഇവളുടെ കഴിക്കാൻ വേണ്ടി പോകും. പക്ഷെ പാവം നമ്മുടെ ചെന്നാണ് ഇവളെ ലീവ് വരുമെന്ന് പ്രതീക്ഷിച്ച് അവന് വേണ്ടി കഴിക്കാതെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. അങ്ങനെ ആ സമയത്താണ് അവന് മെസ്സേജ് സോറി കളി എനിക്ക് വരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഇവനോട് ആ കാര്യം അറിയിക്കുമ്പോൾ അവൻ മൊത്തത്തെങ്ങ് പെട്ടു. അങ്ങനെ അതോടെ നമ്മൾ ഇടുന്നത് എപ്പിസോഡ് എടുത്തിരുന്ന് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാൻ നിങ്ങളുടെ ഫ്രണ്ട്സിലെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡായിട്ട് നാളെ കാണാം. Last time we talked, you had nothing to say. You chose to walk, give what we had away. I hope you get what